ഓം ശാന്തി. ഞാൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ ദേഹത്തിൽ നിന്നും വേറിട്ട ചൈതന്യ നക്ഷത്രമാണ്. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു ജ്യോതിബിന്ദുവാണ്. എന്റെ ബുദ്ധിരൂപി ദിവ്യ നേത്രത്തിനു മുന്നിൽ നിരാകാരി ജ്യോതിർമയ ശിവപരമാത്മാ പരം ജ്യോതിയെ ഞാൻ അനുഭവം ചെയ്യുന്നു. അസീമമായ ദിവ്യ പ്രകാശ ബിന്ദു പരമാത്മാ ശിവനെ മാത്രം ഞാൻ എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ കാണുന്നു. ആ പ്രകാശം ശാന്തിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആത്മാ പതുക്കെ പതുക്കെ ആ ദിവ്യ പ്രകാശത്തിൽ സമാവേശമാക്കുന്നു. അസീമ ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ശീതള കിരണങ്ങൾ എന്നിലേക്ക് ഇടതടവില്ലാതെ പതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ദിവ്യ സ്നാനം ചെയ്യിപ്പിക്കുന്നു. പവിത്രതയുടെ പ്രകാശം എൻ്റെ സംസ്കാരങ്ങളെ ശുദ്ധമാക്കുന്നു. ഇന്ന് മഹാശിവരാത്രിയിൽ എൻ്റെ മനസ്സിൽ ഏത് ദുർബലതകളാണോ ഉള്ളത്, വികാരങ്ങളാണോ ഉള്ളത്, അത് ഞാൻ ബാബയ്ക്ക് അർപ്പിക്കുന്നു. മനസ്സിൽ എന്തെല്ലാമോ നിറഞ്ഞിട്ടുള്ളത് സർവ്വതും ഞാൻ ബാബയ്ക്ക് സമർപ്പിക്കുന്നു. സർവശക്തിവാൻ ശിവബാബയുടെ ശക്തിയിൽ പഴയ തമോ ഗുണി സംസ്കാരങ്ങളെ സമാപ്തി ചെയ്ത് ദൈവീ സംസ്കാരങ്ങൾ ധാരണ ചെയ്യുന്നു. ഇപ്പോൾ ഞാനും ബാബയും തമ്മിൽ ഒട്ടും തന്നെ അകലമില്ല, തീർത്തും സമീപത്താണ്. ബാബയുടെ ഓരോ സങ്കല്പവും കല്യാണകാരിയാണ്, നിർമ്മലമാണ്. അതേ സങ്കല്പം എൻ്റെ മനസ്സിലേക്ക് സ്വതവേ പ്രവാഹിതമാകുന്നു. ഈ മഹാശിവരാത്രി എനിക്ക് കേവലം ഉത്സവമല്ല, പരിവർത്തനത്തിൻ്റെ രാത്രിയാണ്. ഞാൻ ശിവബാബയുടെ കൂടെ ഏകതയുടെ അനുഭവം ചെയ്യുന്നു. ഇന്ന് ശിവബാബയുടെ ജന്മദിനത്തിൽ ക്രോധമാകുന്ന എരിക്കിൻ പൂവ് അർപ്പിച്ച് ഞാൻ ദർപ്പണമാകുന്നു. പവിത്ര പ്രവൃത്തിയുടെ തെളിവിലൂടെ പ്രത്യക്ഷത സമീപത്ത് കൊണ്ടുവരുന്നു. സംഗമയുഗത്തിൽ കുട്ടികളും ബാബയും ഒരുമിച്ചാണ്, ഒരുമിച്ച് വിശ്വസേവനം ചെയ്യുന്നു. ഞാൻ ബാബയോട് പ്രതിജ്ഞ എടുത്തതാണ്, ബാബ ബ്രാഹ്മണ ജന്മത്തിനു വേണ്ടി ഈ മുഴുവൻ ജന്മവും ഞാൻ വ്രതം ധാരണ ചെയ്യുന്നു. അത് പവിത്രതയുടെ വ്രതമാണ്. ഇത് 21 ജന്മങ്ങൾ നീണ്ടു നിൽക്കും. മുഴുവൻ ലോകവും തിളങ്ങുന്ന പ്രകാശമായി
ദുഃഖത്തിൻ്റെയോ അശാന്തിയുടെയോ ഇരുട്ടുണ്ടാകില്ല. ഇന്ന് ബാപ്ദാദ എല്ലാ കുട്ടികളിൽ നിന്നും ക്രോധത്തിന്റെ സമ്മാനം സ്വീകരിക്കുന്നു. ഹൃദയത്തിൽ ബാബയുടെ സ്നേഹത്തിന്റെ പതാക പറക്കുന്നു. ശിവന്റെ ജന്മദിനത്തിൽ എരിക്കിൻ പുഷ്പമർപ്പിച്ച് ഞാൻ ദർപ്പണമായി മാറുന്നു. ഞാൻ നൽകിയ വസ്തു ഒരിക്കലും തിരിച്ചെടുക്കില്ല, കാരണം അതെന്റേതല്ല. ഞാൻ ബാപ്പുദാദയുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന പ്രതീക്ഷയുടെ വിളക്കുകൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബാബ നൽകിയ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനമാണ് എല്ലാവർക്കും ബഹുമാനം നൽകിക്കൊണ്ട് തന്റെ റെക്കോർഡ് ശരിയാക്കി വെക്കുന്ന സർവരുടെയും സ്നേഹിയാകുന്നു. യജ്ഞത്തിന്റെ സഹായിയാകുന്നത് സഹായം നേടുന്നതാണ്. ബഹുമാനം കൊടുക്കുന്നതിലൂടെ ബഹുമാനം കിട്ടുന്നു. ഇതിനായി ഓരോ കാര്യത്തിലും ആദ്യം താങ്കൾ എന്ന പാഠമുറപ്പിക്കുന്നു. ബാപ്പുദാദയിൽ നിന്നും ലഭിച്ച ശിക്ഷണങ്ങൾ സമയത്തിൽ ഓർമ്മ വരുന്നത് തന്നെയാണ് തീവ്ര പുരുഷാർത്ഥം. ഓം ശാന്തി.